Hi, welcome to PRABHA'S Veggie World. ഇന്ന് ഞാൻ ഇവിടെ വന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് ആയിട്ടാണ്. ഒരു തന്തൂരി മിക്സ്ഡ് വെജ് പ്ലാറ്റർ. അത് സ്റ്റാർട്ടർ ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. വീട്ടിലുള്ള വെജിറ്റബിൾസ് തന്നെ മതി. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. 2 മീഡിയം സൈസ് പൊട്ടറ്റോ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലിയ വലിയ പീസുകളായിട്ട് വേണം കട്ട് ചെയ്യാൻ. 1 കിലോ കോളിഫ്ലവർ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലത്തെ കുരുവൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞതാണ്. അധികം പഴുത്തത് എടുക്കരുത്. ഇതൊരു വലിയ ടൊമാറ്റോ. പിന്നെ ഒരു വലിയ ഉള്ളി 2 ആയിട്ടാണ് അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉള്ള പീസസ് ആയിട്ടാണ്. പിന്നെ കാപ്സിക്കം ഒരെണ്ണം ചതുരത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തത്. 1 ടേബിൾ സ്പൂൺ തൈര്, 3 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ തന്തൂരി മസാല, 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ ജീര പൗഡർ, 2 ടീസ്പൂൺ കസൂരി മെത്തി, ഉപ്പ് ആവശ്യത്തിന്. അതിന് മുമ്പ് നമുക്ക് ഈ കോളിഫ്ലവറിനെയും പൊട്ടറ്റോനെയും നല്ലോണം വെള്ളത്തിൽ വെച്ചിട്ട് ഒരു 1/4 ഭാഗം വേവിച്ചിട്ട് വരണം. നമുക്കതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ആദ്യം ഈ പൊട്ടറ്റോ ഇടുന്നുണ്ട്. ഇത് ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോഴേ ഉപ്പ് പിടിക്കുള്ളൂ. ഉപ്പിട്ടിട്ട് നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 1/4 വേവാകുമ്പോൾ ഇതിനെ നമുക്ക് ഓഫ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്യണം. ഉപ്പും വെന്തിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. ഇൻ കേസ് നിങ്ങൾക്ക് എങ്ങാനും വേവ് കൂടുതലായി എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ പച്ചവെള്ളത്തെ കഴുകിയാൽ മതി. ഒന്ന് തണുത്തിട്ടേ ഇനി ഇതിനെ ബാറ്ററിൽ കൊണ്ടിടാൻ പാടുള്ളൂ കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ കോളിഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് നല്ലോണം വെള്ളത്തിൽ വേണം കോളിഫ്ലവറൊക്കെ വേവിക്കുമ്പോൾ കേട്ടോ. അല്ലാതെ കുറച്ച് വെള്ളത്തിൽ വേവിക്കരുത്, മുഴുവൻ പൊടിഞ്ഞു പോവും. നമ്മൾ വിചാരിക്കുന്ന ടെക്സ്ചർ കിട്ടില്ല. ഇപ്പോൾ കോളിഫ്ലവർ വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തോടേണ്ട ആവശ്യമില്ല. ഞാൻ അതിനെ മാറ്റുകയാണ്. ഇനി ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ തൈര് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവും, പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ നല്ലോണം എടുത്തിട്ടുണ്ട് 2 ടീസ്പൂൺ തന്തൂരി മസാല. തന്തൂരി മസാല ഇല്ലാത്തവർക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മസാലകൾ ഉപയോഗിക്കാം. അപ്പോൾ കറി മസാലയോ വെജിറ്റബിൾ മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 സ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, 2 ടീസ്പൂൺ കസൂരി മെത്തി. ഇത് ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത്. ഇത് കൈകൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് നല്ലോണം ഇട്ടാൽ മാത്രമേ അതിലേക്ക് പിടിക്കുള്ളൂ. ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഭയങ്കര കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മളിതിലേക്ക് പൊട്ടറ്റോയിലേക്കും ഇതിലേക്കും നന്നായിട്ട് പിടിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ബാറ്റർ നന്നായി മിക്സ് ആയിട്ടുണ്ട്. എനിക്ക് ഇതിൽ വെള്ളമൊന്നും ഞാൻ ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല. കൺസിസ്റ്റൻസി ഇത് ഇങ്ങനെയാണ്. എന്നാലേ ആ വെജിറ്റബിളിലൊക്കെ ഇത് നന്നായി പിടിക്കുള്ളൂ. ഈ ആക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അതിനെ ഹാഫ് ആക്കാം ആദ്യം. ഈ പൊട്ടറ്റോവും കോളിഫ്ലവറും വേറെ വേറെ ആയിട്ടാണ് ഇടേണ്ടത്. ഞാൻ ഇന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി കോളിഫ്ലവറിനെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടൊരു 20 മിനിറ്റ്, നമുക്ക് 10-20 മിനിറ്റ് വെച്ചാൽ മതി. അതിൽ കൂടുതൽ വേണ്ട. നമുക്കതിനെ നന്നായി മിക്സ് ചെയ്യാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴേ എല്ലാ സ്ഥലത്തും പിടിക്കുള്ളൂ. ഇത് 1/4 വേവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമുക്കിതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. മാവുന്ന ഒരു 2 സ്പൂൺ മാവ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് ഈ പൊട്ടറ്റോ വേവിച്ച് വെച്ച പൊട്ടറ്റോ കൂടി ഇടുന്നുണ്ട്. 2 സ്പൂൺ മാവ് മാറ്റി വെച്ചത് ബാക്കി വെജിറ്റബിൾസ് ഇടാൻ വേണ്ടിയാണ്. ഇതും ഇതേപോലെ തന്നെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു 10-15 മിനിറ്റ് വെക്കാം. ബാക്കിയുള്ള ബാറ്ററിലേക്ക് ബാക്കി വെജിറ്റബിൾസ് ആയിട്ടുള്ള ടൊമാറ്റോവും ക്യാപ്സിക്കവും ഉള്ളിയും ഒക്കെ ഇടാം. ഇതിലൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് കോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിലൊന്നും ഒരുപാടായിട്ട് ആവേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ ജസ്റ്റ് ഒരു കോട്ടിങ് ആവണ്ട കേട്ടോ. അത് ഒരുപാട് നമ്മുടെ പൊട്ടറ്റോയിലും ബാക്കിയുള്ളതിലും ആയമാതിരി ആവണ്ട. ഇതും ഒരു 10-15 മിനിറ്റ് വെക്കാം നമുക്ക്. കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് സ്ക്യൂറിലേക്ക് മാറ്റാം.
സ്ക്വയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട. സ്ക്വയർ ഇല്ലെങ്കിൽ നമുക്കിതിനെ ദോശക്കല്ലിൻ്റെ മേലിൽ വെച്ചിട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ സ്ക്വയറിനെ ആദ്യം നനച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിലൊക്കെ തടവുന്നുണ്ട്. നനച്ച് എണ്ണയൊക്കെ തടവി വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഞാനൊരു ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഒനിയൻ, കുറച്ച് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം കേട്ടോ. ഞാനിത് എൻ്റെ ഇഷ്ടത്തിന് വെക്കണമെന്ന് മാത്രം. പൊട്ടറ്റോ വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വെക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. ചിലപ്പോൾ സ്ക്യൂവറിൽ വെച്ച് കഴിഞ്ഞാൽ വീണൊക്കെ പോകട്ടോ. അതൊന്നും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഒരു സ്കില്ല് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കാം. പ്ലാറ്ററിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. സ്ക്യൂവറിലൊക്കെ കുത്തിയിട്ട് നമുക്കിതിനെ ഒന്ന് പോയിട്ട് ചുട്ടെടുത്തിട്ട് വരാം. ദോശക്കല്ല് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 2-3 സ്പൂണ് നന്നായിട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ എല്ലാവിടേക്കും കറക്റ്റായിട്ട് എത്തിക്കണേ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കാം. ഇതൊക്കെ ഓൾറെഡി ബോയിൽഡ് ആയതുകൊണ്ട്, വെന്ത വെജിറ്റബിൾ ആയതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് കുക്കാവില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിടാം. മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ അത് നന്നായിട്ട് ആവുള്ളൂ. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യം വരില്ല. ഇത് ഞാൻ എടുത്ത ഫുൾ വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. ബാക്കിയുള്ള വെജിറ്റബിൾസ് ഞാൻ ജസ്റ്റ് സ്ക്യൂവറിലില്ലാതെയും കാണിച്ചു തരാം. 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിനെ തിരിക്കാം. വേണ്ടോ, കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇത് നല്ല ബാർബിക്യൂ പോലെ തന്നെ ഉണ്ടാവും. സൂക്ഷിച്ച്, ചിലപ്പോൾ പൊട്ടിയിട്ട് സ്ക്യൂവറിൻ്റെ ഉള്ളിൽ നിന്ന് വീഴുകയൊക്കെ ചെയ്യട്ടോ. പക്ഷേ എണ്ണ ഞാൻ ഇങ്ങനെ മുകളിലൂടെ തുളിക്കുന്നുണ്ട്. അല്ല, താഴത്ത് നല്ലോണം എണ്ണ ഒഴിച്ചിട്ടാണെങ്കിൽ ആവും ചെയ്യും കേട്ടോ. മുകളിലൂടെ ഒഴിച്ചാൽ അതിനൊരു ഫ്ലേവർ വ്യത്യാസം തന്നെയാണ്. ഇപ്പം ഇത് നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാറ്റാം. ഇതിൽ ഈ പൊട്ടറ്റോ ആക്ച്വലി നമ്മൾ ബേബി പൊട്ടറ്റോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. ബേബി പൊട്ടറ്റോ കിട്ടാത്തതുകൊണ്ട് ഞാൻ വലിയ പൊട്ടറ്റോ എടുത്തു എന്ന് മാത്രം. തന്തൂരി പ്ലാറ്റർ റെഡി ആയിട്ടുണ്ട്. ബാർബിക്യൂ പ്ലാറ്റർ, തന്തൂരി പ്ലാറ്റർ, എന്ത് വേണമെങ്കിൽ വിളിക്കാം. കുറച്ച് എണ്ണ ആക്കിയിട്ടുണ്ട്. ഇനി സ്ക്യൂവർ ഇല്ലാതെ എങ്ങനെ ആക്കാം നോക്കാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ആദ്യം കോളിഫ്ലവറിനെയാണ് വെക്കുന്നത്. സ്പേസ് ഉണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും വെക്കാട്ടോ. ഞാൻ കോളിഫ്ലവറിനെ ആദ്യം വെക്കുന്നുണ്ട്. ഇത് രണ്ടെണ്ണത്തിലും കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം എപ്പോഴും കുക്ക് ചെയ്യാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രെയിൻ ഔട്ടായിട്ട് ടേസ്റ്റ് പോകും. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇനി ഞാൻ ബാക്കിയുള്ള വെജിറ്റബിളും കൂടി ഇടണം. എൻ്റെ പാന് വലുതായതുകൊണ്ട് എനിക്കിതിൽ തന്നെ എല്ലാ വെജിറ്റബിൾസും കൊള്ളും. വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടേൺ ചെയ്തിടാം. അപ്പം നിങ്ങൾക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് കുക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ തൈരോ 1.5 സ്പൂൺ തൈര് എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ കടലമാവ് മിക്സ് ചെയ്ത് ബാക്കി എരിവും പുളിയൊക്കെ നിങ്ങളുടെ പുളി വേണ്ട, എരിവും ബാക്കിയുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. പണി ഉണ്ടെന്നൊന്നും ആലോചിക്കില്ല. വെജിറ്റബിൾ മാത്രം ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണിച്ചുകൊണ്ടാണ് കുറച്ച് ടൈം വരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര ടൈമൊന്നും എടുക്കില്ല. ആയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ബാർബിക്യൂ പ്ലാറ്റർ 2 തരത്തിലുണ്ടാക്കിയതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.